ദൈവമേ എന്നിൽ നിന്ന് അകന്നു പോകരുത്, എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇനി ഞാൻ നിങ്ങളോട് ദൈവവചനത്തിലേക്ക് ഒന്ന് വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വചനം ശ്രദ്ധിക്കാൻ പോവുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം. ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം. നിങ്ങൾ ബൈബിൾ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൈ ബൈബിൾ ഉണ്ടെങ്കിൽ അത് നോക്കുക. അല്ലെങ്കിൽ ഫോണിലാണ് നിങ്ങൾക്ക് ബൈബിൾ ആപ്ലിക്കേഷനായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ വചനം ശ്രദ്ധിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് അതിൻ്റെ ഹെഡിങ് നോക്കിക്കേ. ഇനി ഞാൻ ശ്രദ്ധിച്ച് വായിക്കാൻ പോവാണ്. ആർക്കും വേണ്ടാത്തൊരു ചങ്ങായിയാണ്. പക്ക ഭ്രാന്തൻ, പക്ക സൈക്കോ. നമ്മൾ പറയില്ലേ ഇയാൾ പക്ക സൈക്കോയാണെന്ന്. പക്ക ഭ്രാന്തൻ, സ്റ്റാൻഡേർഡ് ഒരുത്തനല്ല. എവിടെയോ കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കേണ്ട ഒരുത്തനാണ്. പക്ഷെ ആകെ തകർന്നു പോയ ഒരു ചങ്ങായിയാണ്. ഒന്ന് വായിക്കുകയാണ്, നമുക്ക് ഒരുമിച്ച് വായിക്കാം. വായിക്കോ. അവർ കടലിന്റെ മറുകരയിൽ. കടലെന്നൊരു വാക്കുണ്ടോ അതിനകത്ത്? നോക്കിക്കേ, കടല്. ആ കടലിനെ കുറിച്ച് പറയാം, മറക്കരുത് ആ വാക്ക്. കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തി. അടുത്തത്, അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ. അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആ വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നത് പോലെ വള്ളത്തിൽ കയറിയിട്ട് കൃത്യ ഒരു പോയിന്റിൽ നിർത്തി കാലെടുത്തു വെച്ച് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. എവിടെയാ ഈ പുള്ളി? ആരാ ഈ ശവകുടീരം എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ സിമിത്തേരിയാണ്. മനുഷ്യരെ മരണശേഷം പെട്ടിക്കകത്താക്കി പ്രാർത്ഥന ചൊല്ലി അടക്കുന്ന സ്ഥലമാണ് എന്ത്? സിമിത്തേരി. ജീവിച്ചിരിക്കുന്ന ആരും അവിടെ അന്തി ഉറങ്ങാറില്ല. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും സങ്കടമുണ്ട്, വിഷമമുണ്ട്, സത്യമാ. പക്ഷേ നിങ്ങൾ പറയുമോ, എൻ്റെ പ്രിയപ്പെട്ട ആൾ മരിച്ചു, അതുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിലോട്ട് പോക്കോ, ഞാനൊരു 3 ദിവസത്തേക്ക് ഒരു ഷെഡ് കെട്ടി ഈ സിമിത്തേരി തന്നെ കൂടുവാണ്? ഇല്ല. നിങ്ങൾ എത്രയാന്ന് പറഞ്ഞാലും ആ സ്ലാവിട്ട് മൂടിക്കഴിയുമ്പം പതുക്കെ എങ്ങോട്ട് പോവുള്ളൂ? അവിടെ കിടക്കത്തില്ല. എത്രയോ പ്രിയപ്പെട്ടവർ മരിച്ചു, കാമുകൻ മരിച്ചു, കാമുകി മരിച്ചു, പലരും ഭയങ്കര സ്നേഹമാ സംഭവം എന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട്. ആരും സിമിത്തേരി കിടക്കാൻ പോയിട്ടില്ല. ആൾക്കാർ പതുക്കെ വീട്ടിലേക്ക് ചുവട് വെച്ച് ജീവനുള്ളവരെല്ലാം പോകും. ഈ പുള്ളി എവിടെയാ കിടന്നത്? സിമിത്തേരിയിൽ. എവിടുന്നാ വന്നേ നോക്കിക്കേ. ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. അപ്പം ഈ മനുഷ്യൻ മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലമാണെന്ത്? ശവകുടീരം. ഈ പുള്ളിക്ക് എന്താ അവിടെ ഇത്ര കാര്യം? ഇദ്ദേഹത്തിൻ്റെ ശരീരം മരിച്ചിട്ടില്ല, പക്ഷെ മനസ്സ് മരിച്ചതാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അവിടുന്ന് ഇറങ്ങി വന്നു. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം. അവിടെ താമസിച്ചിരുന്ന എന്ന് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ പുള്ളി അവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല ശവകുടീരത്തിൽ താമസിക്കുന്ന ആൾക്കാരെ. ഒരു മനുഷ്യനും അതിനകത്ത് താമസിക്കത്തില്ല. പോകും, വരും, പൂവക്കും, പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും, താമസിക്കത്തില്ല. ഈ മനുഷ്യൻ താമസിച്ചിരുന്നത് ശവകുടീരങ്ങൾക്കിടയിലാണ്. അവിടെ താമസിച്ചിരുന്ന ഒരാള് ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ലേ? നോക്കൂ, ഒരു ഭ്രാന്തൻ കണ്ടാൽ ആളുകൾ ഓടും. വെറുതെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവനെ കൊണ്ട് ആരെങ്കിലും കല്യാണം കഴിപ്പിക്കുമോ? ഇല്ല. ഇവനെ ഇനി നാം പാവമല്ലേ, കല്യാണം കഴിച്ചാൽ ആൾ ശരിയാകും, നമുക്കെന്നാൽ അവനൊരു നല്ലൊരു ആലോചന കൊണ്ടുവരാം, വെറുതെ പോലും ആരും പറയല. അവനെ എഴുതി തള്ളിയ ഇവനെ അന്വേഷിച്ച് ആര് വന്നു? ചിറ്റപ്പനാണോ വന്നേ? ഇവർക്ക് പിന്നെ പെങ്ങന്മാർ കാണും, അപ്പന്മാരുടെ കുടുംബക്കാർ കാണും, അമ്മ വീട്ടുകാർ കാണും, അവരൊക്കെ ഉണ്ടെങ്കിലും ആരും വന്നിട്ടില്ല, ആരും അന്വേഷിച്ച് വന്നിട്ടില്ല. ഇപ്പം ആര് വന്നു? ഇതാണ് നമ്മുടെ ദൈവം കേട്ടോ. ഈ സിമിത്തേരി കിടന്നവനെ അന്വേഷിച്ച് വന്ന അതേ ദൈവമാണ് എൻ്റെയും ഈ ഇരിക്കുന്ന നിങ്ങളുടെയും ദൈവം. മറക്കരുത്. ആമേൻ. ചിലർ പറയില്ലേ, എടാ നിന്നെ ദൈവം തള്ളിന്ന്. അത് വെറുതെ പൊട്ടവാക്ക് പറയുന്നതാ. ദൈവം ആരെയും തള്ളിക്കളയില്ല. സിമിത്തേരി കിടക്കുന്ന ഇവനെ പോലും അന്വേഷിച്ച് കടല് കടന്ന് ആര് വന്നു? യേശു വന്നു. മറക്കരുത്, ഇതാണ് എൻ്റെ ദൈവത്തിൻ്റെ ക്യാരക്ടർ. എന്നെ അന്വേഷിച്ചിറങ്ങുന്നൊരു ദൈവമുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, സിമിത്തേരി കിടക്കുന്ന ആളാണ്, കൈ കാലുകളിൽ ചെങ്ങലക്കിട്ടിരിക്കുന്ന ഒരാളാണ്,
ചെങ്ങലക്കിട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തും പൊട്ടി പഴുത്തിരിക്കുന്ന ആളാണ്. കുളിച്ചിട്ടില്ല, തലമുടി വെട്ടിയിട്ടില്ല. താൻ ഈ ഭ്രാന്തൻ, വേറൊരു വാക്കതിനകത്ത് പറയാനില്ല, ഒരു ഭ്രാന്തൻ. ആ മനുഷ്യനെ പോലും അന്വേഷിച്ചു വന്ന ദൈവം എൻ്റെ ജീവിതത്തെ അന്വേഷിച്ചു വരികയില്ലെന്ന് ആരാ പറഞ്ഞേ? നിങ്ങളോട് ആരാ പറഞ്ഞ നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുന്നു, നിങ്ങളുടെ കുടുംബം ഭാവി നഷ്ടപ്പെട്ടിരിക്കുന്നു, രോഗമായിട്ടിരിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു ഈ വന്ന ദൈവം എൻ്റെ ജീവിതത്തിലും എൻ്റെ തകർന്ന അവസ്ഥയെ അന്വേഷിച്ചിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഇത് വളരെ പ്രസംഗമല്ല കേട്ടോ, ഇത് പ്രഭാഷണമല്ല, ശരിക്കും ഒരു കാണേണ്ട കാര്യമാണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ ആളും പണവും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോവുള്ളൂ. നല്ല പേരും പ്രശസ്തിയും നല്ല കാറയിലൊക്കെ വന്നാൽ നമ്മളൊക്കെ ചെന്ന് എൻ്റെ ചിറ്റപ്പൻ്റെ മോനാ, എൻ്റെ പെങ്ങടെ കൊച്ച എന്നൊക്കെ പറയുള്ളൂ. ഭ്രാന്തനായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയുമോ ഞങ്ങളുടെ അങ്ങ് വകയുടെ അങ്ങനത്തെ ബന്ധമുണ്ടെന്ന് പറയണു? അറിയില്ല. നമ്മളാരും നമ്മുടെയാന്ന് പറയല. ഇവിടെ ഒരു ദൈവം വരുവാണ് അന്വേഷിച്ച്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഓരോരുത്തരുടെ അടുത്ത് ഒന്ന് പറയാം, നിങ്ങളെ ദൈവം തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ല, അന്വേഷിച്ചു വരും. അടുത്ത വാക്യം നോക്കൂ, അടുത്ത വാക്യം. പലപ്പോഴും ഭീകരൻ. കാരണം ചെങ്ങല വലിച്ചു പൊട്ടിക്കണമെങ്കിൽ നോർമൽ ശക്തി പോരാ. ഒരു കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല കയറ് പോലും വലിച്ചു പൊട്ടിച്ചാൽ കൈ വേദനിക്കും. അപ്പോഴാണ് ചെങ്ങല ഭയങ്കര ശക്തി. അതുകൊണ്ട് ഇവൻ്റെ 7 അയൽവക്കത്ത് ഒരു മനുഷ്യൻ അടുക്കുകയില്ല, ഒരുത്തനും ഇവന് പേടിച്ചിട്ട് പോവുകയില്ല. അങ്ങനെയുള്ള അത്രയും ശക്തിയുള്ള ഒരുത്തൻ. അവിടെ അടുത്ത വാക്കൊന്ന് വായിച്ചേ, അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു മലയാള വാക്ക് അതിനകത്തുണ്ടോ എന്ന് ഗൗരവത്തോടെ നോക്കിക്കേ. ആർക്കും എന്നൊരു വാക്കുണ്ടോ നോക്കിക്കേ. എൻ്റെ ബൈബിളുണ്ട്, നിങ്ങളുടെ ബൈബിളുണ്ടോ നോക്കിക്കേ. ഉണ്ട്. അതെന്തിനാ അങ്ങനെ എഴുതിയിരിക്കുന്നത്? പലരും ശ്രമിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതാ എഴുതിയിരിക്കുന്നത്, ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ മനുഷ്യൻ്റെ ജീവിതമാണിത്. ഇതൊരു പക്ഷേ എൻ്റെ കുടുംബ സാഹചര്യമായിരിക്കും, എൻ്റെ മക്കളുടെ ഭാവിയായിരിക്കും, എൻ്റെ ആരോഗ്യമായിരിക്കും, എൻ്റെ വിദ്യാഭ്യാസമായിരിക്കും, എൻ്റെ കുടുംബജീവിതമായിരിക്കും, എൻ്റെ ശുശ്രൂഷയായിരിക്കും. എന്തു ചെയ്തിട്ടും അതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിശ്വസിച്ച് നേറ്റെടുക്കണം. ദൈവത്തിന് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാനും അത് ക്രമത്തിൽ കൊണ്ടുവരാനും അത് അനുഗ്രഹമാക്കാനും അത് അത്ഭുതമാക്കാനും ദൈവത്തിന് സാധ്യമാണ്. സാധ്യമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും മടുത്ത് പിന്മാറിയ വിഷയം. അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ചിലപ്പോൾ പ്രാർത്ഥിക്കും, എൻ്റെ സാമ്പത്തികമോ ഇനി അതൊന്നും ശരിയാകുകയല്ലെന്നേ, എൻ്റെ ഭാവിയോ എവിടെ ശരിയാകാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ അതൊന്നും എനിക്ക് പ്രതീക്ഷയില്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ മാറ്റം അതൊന്നും ശരിയാകില്ല, എൻ്റെ സ്ഥലം ഒന്ന് വിൽക്കാൻ വേണ്ടി 10-15 വർഷമായി, അതൊന്നും ശരിയാകില്ല. ആർക്കും കഴിയാത്തത് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യം. ഇത് ക്യാമറയ്ക്കകത്തൂടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ടാവും, എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാവും. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, പാർട്ടിക്കാർക്ക്, പള്ളി കമ്മിറ്റിക്ക്, അല്ലെങ്കിൽ ആ ആൾക്കാർക്ക്, ഈ ആൾക്കാർക്ക്, കൗൺസിലേഴ്സിന് ഒന്നും പറ്റിയില്ലേലും ദൈവത്തിന് നിന്നെ പുതുക്കി പണിയാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വായിച്ചു. 5-ാമത്തെ വാക്യം. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. എത്ര നേരം? രാത്രിയും പകലും പുള്ളി അവിടെ തന്നെയാ കിടപ്പും, എല്ലാ പരിപാടിയും അവിടെ തന്നെ, രാത്രിയും പകലും. അടുത്ത വാക്യം. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പിടിച്ചു കെട്ടി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശുപത്രിയിലോ കൊണ്ടുപോയി ആക്കി സെല്ലിനകത്ത് അടച്ചു പൂട്ടും, അല്ലെങ്കിൽ മയക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഇഞ്ചക്റ്റും ചെയ്ത് ഇയാളെ ഉറക്കും. കാരണം അത്ര ശല്യമാണ്. ഉറക്ക കാറും മലറും സ്വന്തം ശരീരത്തെ അടിച്ചു ചതയ്ക്കും. ഇത്രയും തകർന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇത്രയും തകർന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? ഈ പഞ്ചായത്ത് കാണിയാൽ ഇത്രയും തകർന്ന ഒരുത്തൻ
നമ്മുടെ ജില്ലയെ കാണില്ല, ചിലപ്പോൾ ഇത്രയും തകർന്ന ഒരുത്തൻ ചിലപ്പോൾ ജില്ലയിൽ പോലും ചിലപ്പോൾ കാണില്ല. എന്തായാലും നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ പഞ്ചായത്തിലോ നമ്മുടെ ഒന്നും ഇല്ല. പക്ഷേ അതിനേക്കാളൊക്കെ തകർന്ന ഒരു മനുഷ്യനായത്. ഇനി ഇത് വായിച്ച് അവസാനിപ്പിക്കുന്നത് അറിയാമോ? ദൈവം എങ്ങനെയാ ഈ മനുഷ്യനെ അത്ഭുതമാക്കിയെന്നൊന്ന് പറയാൻ പോവാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അടുത്ത വാക്യം 6-ാമത്തെ വാക്യം. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട്. അതാണ് ടേണിംഗ് പോയിന്റ്. യേശുവിനെ കണ്ടിട്ട് ഇവൻ ഒരൊറ്റ ഓട്ടോ അപ്പുറത്തെ മലയെ കൂടെ കയറി അപ്പുറത്തെ തോട്ടിലോട്ട് ചാടി അപ്പുറത്തെ മലക്ക് കയറി പോയെന്നല്ല. ഇവൻ യേശുവിനെ കണ്ടപ്പോൾ ആള് തകർന്നിരിക്കുന്നവനാണേലും എങ്ങോട്ടാ ഓടിയത്? യേശുവിൻ്റെ അടുത്തേക്ക്. ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. തകർന്ന് തരിപ്പണമായ ഒരുത്തൻ യേശുവിനെ കണ്ടിട്ട് എന്നാന്ന് പറഞ്ഞാലും പിശാച് ബാധിതൻ ഭ്രാന്തനാന്ന് പറഞ്ഞാലും ഇവൻ ഒരു സൺഡേ സ്കൂളിലും മതബോധനവും ധ്യാനവും കൂടിയിട്ടില്ല എന്ന് അറിഞ്ഞാലും ഇവൻ എങ്ങോട്ടാ ഓടിയേ? ഇവൻ ഇതൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് എല്ലാ കോഴ്സും പഠിച്ച് പ്രാർത്ഥിച്ച് ഇനി വലിയ ബിരുദാനന്തര ബിരുദമെടുത്ത പലർക്കും അറിയാവോ ഇങ്ങനെ ഓടാൻ? ഇതിനേക്കാൾ പഠിപ്പുള്ളവർക്ക് ഇതുപോലെ ഓടാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ഇന്നും ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വലിയ ബിടെക് എംടെക് ഉള്ളവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഓടാൻ. ഈ മനുഷ്യൻ ഓടി. എങ്ങോട്ടോടി? ഇത് നിങ്ങൾ നോക്കിക്കോ. ഇതാണ് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഓട്ടം. അതാണ് അവൻ്റെ ജീവിതമാകാൻ കാരണമായ ഓട്ടം. അതാണ് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് ഓടി. യേശുവിൻ്റെ അടുത്തേക്ക്. നേരെ അങ്ങോട്ട് ഓടാൻ പാടില്ലായിരുന്നോ? നമ്മളൊക്കെ ഒരാളെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിളിക്കുമ്പോൾ നേരെ ഓടും അപ്പുറ സൈഡിലേക്ക്. ദൈവത്തിലേക്ക് ഓടിയവരൊന്നും എവിടെയും നശിച്ചു പോയിട്ടില്ല കേട്ടോ. ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന ഒരാളും തകർന്നു പോയിട്ടില്ല കേട്ടോ. ദൈവത്തിന്റെ അടുത്തേക്ക് വന്ന ഒരാളും നശിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളും വചനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ടെന്ന് അറിഞ്ഞപ്പം ആ സമയത്ത് ഓടി കയറിയത്, ഓടി വന്നത് ഈ ദൈവസാന്നിധ്യത്തിലേക്കാ. പ്രാർത്ഥിച്ച ഒരു വിഷയത്തിലും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി കിട്ടാതിരിക്കില്ല. മറുപടി ദൈവം തരാതിരിക്കില്ല. കാരണം ഓടിച്ചെന്നത് ഇങ്ങോട്ടാ. ഓടിച്ചെന്നത് ആ ദൈവ സാന്നിധ്യത്തിന്റെ അടുത്തേക്ക്. ഇതേ അങ്ങനെ ഒരാൾ ഓടിച്ചെന്നു. എന്നിട്ടോ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഏതാ വാക്ക്? പ്രണമിച്ചു. എന്താ പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്താ പ്രണമിക്കുക? ഒരാൾ വരുമ്പോൾ, ഇപ്പം നിങ്ങളൊരാൾ വലിയൊരാൾ വരുമ്പോൾ ഞാനിങ്ങനെ, ഇതിൻ്റെ പേരാണ് എന്ത്? തല കുനിച്ച് ഇങ്ങനെ നടും വളച്ചിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പ്രണമിച്ചു. ആരാ പ്രണമിച്ചത്? പിശാച് ബാധിതൻ തല കുനിച്ചു. ആരുടെ മുമ്പിൽ? ഇനി ഒരു കാര്യം ചിന്തിക്കണം. ജസ്റ്റ് ഒന്ന് എല്ലാവരും, നല്ല മഴയാ പുറത്ത്, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. യേശുവിൻ്റെ തലയെ ഒന്നിങ്ങനെ കുനിക്കാൻ ആര് നോക്കിയിട്ടുണ്ടായിരുന്നു? പറയാം. യേശുവിനെ പിശാച് ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് എന്നാ പറഞ്ഞേ? നീ എന്നെ ഇങ്ങനെ തലതാത്തി എൻ്റെ മുമ്പിൽ നിന്നാൽ ഈ കാണുന്ന രാജ്യങ്ങൾ മുഴുവൻ നിനക്ക് ഇപ്പൊ എഴുതി ഒപ്പിട്ട് ആധാരം അങ്ങ് തരുവാ എന്നാ പറഞ്ഞേ. അപ്പം യേശുവിനെ തല കുനിപ്പിക്കാൻ നോക്കിയവൻ ഇപ്പോൾ എങ്ങനെയാ നിൽക്കുന്നത്? തല കുനിച്ചു. ഇത് ജീവിതത്തിൽ ഇങ്ങനെയാണ്. നമ്മളെയൊക്കെ തല കുനിപ്പിക്കാൻ, ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ പലരും നോക്കുന്നുണ്ട്. ദൈവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ തല കുനിപ്പിക്കാൻ നോക്കിയവരുടെ മുമ്പിൽ തല ഉയർത്തി തന്നെ ദൈവം നമ്മളെ നിർത്തും. എത്രയോ പേർക്ക് സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങളെ നോക്കിയിട്ടില്ലേ പലരും? നിങ്ങളെ ഒന്ന് വാടി കാണാൻ, ഒന്ന് കുനിഞ്ഞു കാണാൻ, ഒന്ന് ശിരസ് നമിച്ചെന്ന് കാണണമെന്ന്, ഇവരുടെ കുടുംബം ഒന്ന് തകരണം എന്നൊക്കെ മനസ്സിൽ കാണുന്നവരും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഒരു നല്ല സീനാണ്. ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയൊരു സീനാണ്. എന്താ നോക്കൂ. പിശാച് ബാധിതൻ കുനിഞ്ഞു നിൽക്കുന്നു. യേശുവോ തല ഉയർത്തി നിൽക്കുന്നു. ദൈവത്തിൽ നിൽക്കുന്നവൻ ഏതു സാത്താന്റെ മുമ്പിലും എങ്ങനെ നിൽക്കും? ഏതു വലിയവന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കും. കാരണം അവനെ അങ്ങനെ നിർത്തുന്നത് ദൈവ സാന്നിധ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഇനി മറക്കാതെ ഡയറിയിൽ എഴുതണ്ട, ഈ ഭാഗത്ത് ഡയറി പോലെ തന്നെയാ ഈ ഭാഗവും എഴുതി വെക്കണം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ
ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. ദൈവ സാന്നിധ്യത്തിൽ കരങ്ങൾ ഉയർത്തുന്നവനെ ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരില്ല. ദൈവസന്നദ്ധിയിൽ തലകുനിക്കുന്നവനെ ആർക്കും തലകുനിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നോക്കൂ, ഇപ്പൊ നിൽക്കുന്ന തലകുനിഞ്ഞാണ്. അടുത്ത വാക്യം, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. ശരിക്കും വായിച്ചേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഒരാൾ ചോദിക്കുകയാണ്, നീ എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ആ വാക്കുണ്ടോ? അപ്പൊ ദൈവം എന്തിനാ വന്നേന്ന് ആർക്കു വരെ അറിയാം? നിങ്ങൾക്കറിയുമോ? അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയത്തില്ല എന്ത് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന്. ആ ബോധ്യം ഉണ്ടായിരുന്ന മുഖം ഈശ്വരോട് തെളിഞ്ഞേനെ. ഇപ്പോഴും എവിടെയോ ദുഃഖമുണ്ട്. പിശാചിന് വരെ അറിയാം എന്ത് ദൈവം വന്നിരിക്കുന്ന എൻ്റെ കാര്യത്തിൽ ഇടപെടാനാണെന്ന്. എന്നാൽ ഇന്നൊന്ന് വിശ്വസിച്ച്, ഇന്ന് ഞാൻ ഈ മനസ്സ് തുറന്ന് അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും. എൻ്റെ സാമ്പത്തിക തകർച്ചയിൽ ഇടപെടും, എൻ്റെ കുടുംബം തകർന്ന സാഹചര്യത്തിൽ ഇടപെടും, എൻ്റെ ആത്മീയ വിഷയത്തിൽ ഇടപെടും, എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും ഒന്ന് നിർത്തിയിട്ട് ഇത് വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും വെച്ചൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കാരണം ദൈവം തീർന്നിട്ടില്ല, ഞാൻ നിർത്തിയില്ല. പിശാചി ബാധൻ ചോദിക്കുകയാണ്, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ? ഇനി എൻ്റെ ജസ്റ്റ് ഇത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കേട്ടോണം. പിശാചി ബാധിതൻ കിടന്നത് എവിടെയാ? കല്ലറയിൽ. അവൻ അറിഞ്ഞായിരുന്നോ ഒരു ദൈവം അപ്പുറത്തെ മറുകരയെന്ന് വള്ളത്തിനകത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് ഈ മനുഷ്യനോട് ആരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നോ? അത് നോക്കി, ഇവൻ കണ്ടിട്ട് പോലുമില്ല. അപ്പം നമുക്കൊന്ന് ചിന്തിച്ചേ, നമ്മളിപ്പോൾ പള്ളിക്കകത്തായിരിക്കുന്നേ, നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഭാവന കാണാമോ? ആരുമില്ല, നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഇതുപോലെ വരാൻ ഒരാളും ഇല്ലെന്നേ. 10 കാശും ജോലിയും പറമ്പും കാറും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. ഇച്ചിരി ഒന്ന് തകർന്നിരിക്കട്ടെ, 10 രൂപയുടെ വിഷമം വരട്ടെ, ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നടുവിലിരിക്കട്ടെ, ഒരാൾ ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കുകയില്ല, ആരും എടുക്കത്തില്ല. ഈ പറയുന്ന എല്ലാവരും, ഈ ചിരിച്ച് കാണിച്ച പലരും ഒരല്പം മാറിയേ നിൽക്കത്തുള്ളൂ. അവൻ ഇച്ചിരി പ്രശ്നത്തിലാണെന്നറിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കും. ജസ്റ്റ് ഇവൻ സിമിത്തേരി കിടക്കുമ്പോഴും ദൈവം അവന് വേണ്ടി വള്ളത്തെ കയറി അതിൽ യാത്ര ചെയ്ത് ഇവിടെ വന്നിറങ്ങി കൃത്യം അവൻ്റെ അടുത്തേക്ക് വരുവാണ്. അവൻ പോലും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല അവൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ. പക്ഷെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൊന്ന് കണ്ടേ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ. അങ്ങനെ നിന്നോ നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അകത്ത് നിൽക്കുകയാണേലും പുറത്തു നിൽക്കുകയാണേലും ഈ പള്ളിയുടെ ഏത് ഭാഗത്ത് നിൽക്കുകയാണേലും കണ്ണുകളൊന്ന് അടച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട്, ഇതേ ഒരു ദൈവം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം നിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. നിന്റെ അടുത്തേക്ക് വരുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സാത്താന്റെ ലോകത്തിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ ഈ വരവ്. പലർ മനുഷ്യർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ ഈ വരവ്. ദൈവം നിന്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പൊ പിശാചി ബാധിതൻ പോലും പറയുക, എന്തിനാ എന്റെ കാര്യത്തിൽ നീ ഇടപെടുന്നേ? എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? എല്ലാ വിശ്വാസികളോടും വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, ദൈവമാരാണ്, ദൈവമാരാണ്. ഏത് തകർന്നവന്റെ ജീവിതത്തിലും ഇടപെടുന്നവനാണ്. ഏത് പരാജിതനെയും രക്ഷിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലാണ്. 2 കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇത്രയും ഇന്ന് കേട്ട ഈ വചനങ്ങൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. കല്ലറകൾ കിടന്ന് തകർന്ന് തരിപ്പണമായ ഒരു ജീവിതം, കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കേണ്ടവൻ ഇന്ന് സെമിത്തേരി കിടക്കുക. ഇന്ന് ഭ്രാന്തനെ പോലെ ജീവിക്കുക. വീടില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, പള്ളിക്കാരില്ല, ആരുമില്ല. പക്ഷെ ആരുമില്ലാത്തവർക്കൊരു ദൈവമുണ്ട്. ആരുമില്ലാത്തവന് വേണ്ടി നീ കൂടെ നിന്നൊരു ദൈവത്തെ നിങ്ങൾ കണ്ടോ? ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ കണ്ടോ?
എല്ലാ വിധത്തിലും ഒറ്റപ്പെട്ടവനെ ചേർത്ത് പിടിച്ചൊരു ദൈവത്തെ കണ്ടോ. ഈ ദൈവമാണ് എന്റെയും നിങ്ങളുടെ ദൈവം. ഈ ദൈവത്തെ ആരാധിക്കുന്ന, ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ.